നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും വിളിച്ചു, എടുത്തില്ല. എല്ലാവരും ആകെ ടെൻഷനില്ല. വർഷ കോളേജിൽ വരുന്നുണ്ടല്ലോ അല്ലേ? വർഷ കുറച്ച് നാളായി കോളേജിലേക്ക് വന്നിട്ട്. തൽക്കാലം സഹിക്കാം. അതെ, ഇപ്പൊ പെണ്ണെടുത്തോണ്ട് ഇറങ്ങേണ്ട സാരിയുടെ ഡിസൈൻ പിടികിട്ടി. ഇനി കളർ സെലക്ട് ചെയ്താൽ മാത്രം മതി. വന്ദനയുടെ കരുത്തിൽ താലി കെട്ടിയത് വന്ദനോട് പറയണം. കെട്ടിയത് ഞാനാണെന്നറിയുമ്പോൾ അവൾ എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ നിർബന്ധിതയാവും. വന്ദനയും ഞാനും ഭാര്യാഭർത്താക്കന്മാരായി കഴിഞ്ഞാൽ നീലിമയ്ക്ക് അവളുടെ വഴി നോക്കാം. മോളെ, നീ ആരെയാ ഫോൺ ചെയ്യുന്നേ? അമ്മേ, ഞാൻ വർഷയെ പലതവണ ട്രൈ ചെയ്തിട്ടും അവളെ കിട്ടുന്നില്ല. വർഷയ്ക്ക് കോളൊന്നും പോകുന്നില്ലല്ലോ. അവിടെ ചിലപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും മോളെ. എങ്കിൽ ശ്യാമിനെ വിളിക്കാം. ശ്യാമ് വർഷയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കട്ടെ. അതൊന്നും വേണ്ട മോളെ, ശ്യാമിനെ വിളിച്ച് ശല്യം ചെയ്യണ്ട. അശോകേട്ടൻ നീ വിളിക്കുന്നു എന്നറിഞ്ഞാലേ അത് മതി വല്ലതും വിളിച്ചു പറയാൻ. ചേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. എന്നാലും വർഷ എന്താ ഫോൺ എടുക്കാത്തെ? അതൊന്നും അറിഞ്ഞാ നല്ലതായിരുന്നു. ഇപ്പൊ തന്നെ രാത്രി ഒരുപാടായില്ലേ മോളെ, അവൾ ഉറങ്ങിക്കാണും. ഇനിയിപ്പോ ഇന്ന് വിളിക്കാൻ നിൽക്കണ്ട, നാളെ വിളിക്കാം. മോള് സുചിത്രയുടെ മുറിയിലുണ്ട്. നീ മോളെ വിളിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വർഷയ്ക്ക് ഇത് എന്താ പറ്റിയത്? ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. എന്തോ കുഴപ്പമുണ്ട്. വന്ദനേച്ചിയാണല്ലോ. ഹലോ ചേച്ചി. ശ്യാമേ, സുഖാണോ നിനക്ക്? സുഖാണ് ചേച്ചി. വർഷയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അമ്മയും വിളിച്ചു, എടുത്തില്ല. എല്ലാവരും ആകെ ടെൻഷനില്ല. വർഷ കോളേജിൽ വരുന്നുണ്ടല്ലോ അല്ലേ? വർഷ കുറച്ച് നാളായി കോളേജിലേക്ക് വന്നിട്ട്. തൽക്കാലം ആ കാര്യം കൂടി ചേച്ചിയോട് പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട. ഹലോ ഹലോ ശ്യാമേ, നീ എന്താ പറയുന്നത്? കേൾക്കുന്നില്ലല്ലോ. ഞാനിവിടെ തന്നെ ഉണ്ട് ചേച്ചി. ചേച്ചി പറഞ്ഞോ. നീ വർഷയെ കോളേജിൽ വെച്ച് കാണില്ലേ? അപ്പോ അമ്മയൊന്ന് വിളിക്കാൻ പറഞ്ഞാ മതി. മറക്കത് പറയണേ. പറയാൻ ചേച്ചി. ഞാൻ വർഷയെ കൊണ്ട് അമ്മയെ വിളിപ്പിക്കാം. അതുപോലെ ശരി. ശരി ചേച്ചി. വിക്രമിന്റെ കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. പലപ്പോഴും പല സ്വഭാവ.
നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. വീട്ടിലേക്ക് വരാറില്ലേ? വന്നിട്ട് കുറെ നാളായി. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളോടുള്ള ദേഷ്യം മാറിക്കാണില്ല അല്ലേ? അത് പഴയ വൈരാഗ്യത്തിന്റെ കഥയല്ലേ? ചന്ദ്രികമായി മാധവൻ എന്ന കാമുകനോടെ നാട് വിട്ടപ്പോൾ മുതലുള്ള പ്രതികാരം. അത് ഇത്രയും നാളായിട്ടും കെട്ടടങ്ങിയില്ലെന്ന് വെച്ചാ കഷ്ടം തന്നെയാ. പഴയ രാജകുടുംബം അല്ലേ ചേച്ചി, പ്രതികാരം മറക്കില്ല. ചേച്ചി സമാധാനമായിട്ട് ഫോൺ വെച്ചോ. വർഷയെ കൊണ്ട് ചേച്ചിയും അമ്മയും വിളിപ്പിക്കുന്ന കാര്യം ഈ ക്ഷാമേറ്റു. ശരി. ശരി. വർഷയൊന്ന് വിളിച്ചു നോക്കാം. ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇവൾക്ക് എന്താ സംഭവിച്ചത്? ആ, ഒരു മെസ്സേജ് അയക്കാം. മാധവേട്ടൻ എത്ര നാളായി ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട്? ഓ, അധിക നാളൊന്നും ആയിട്ടില്ല. ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞപ്പോ വെറുതെ ഇരിക്കണ്ടെന്ന് കരുതി. ഈ വണ്ടി സ്വന്തമാണോ? അല്ല, ഒരു പരിചയക്കാരന്റെ വണ്ടിയാ. ഉം. ദിവസക്കൂലിക്കാ ഓട്ടം. മാന്യമായ തുക കിട്ടുന്നുണ്ട്. ഉം. ഓട്ടോയ്ക്ക് അല്ലെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടല്ലോ. അല്ലേലും മാധവേട്ടനെ ആരും വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കും. ഒന്നാമത്തെ കാര്യം മെക്കാനിക് ആയതുകൊണ്ട് വണ്ടി ഒരിക്കലും വഴിയിലാകുമെന്ന പരാതി കേൾക്കണ്ട. ആ, ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോവാ. ആ, എല്ലാം ദൈവാനുഗ്രഹം. ചിലരൊരു പ്രായം കഴിഞ്ഞാ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ തന്നെ കൂലി കൂടിയിരിക്കും. അതും ശരിയാ. എന്നാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോകുമ്പോ ഒരു പ്രത്യേക എനർജിയാ. ഉം. ഓട്ടോ ഉള്ളപ്പോ ഓടാം, അല്ലാത്തപ്പോ 10 പേരെ കണ്ട് സംസാരിക്കാനും പറ്റുമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, ആ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ഓ ശരി. ഉം. വൈകരുത് കേട്ടോ. ഉം. ആ, കന്നിമൂലയിൽ ബെഡ്റൂം തന്നെ വേണം. ആ, അതങ്ങനെ തന്നെ വരൂ. ഇത് വസ്തുവിന്റെ കിടപ്പുകൊണ്ട് സാറിന് തോന്നുന്നതാ. ശരി, പാറ ഇറക്കുമ്പോഴേ ലോഡ് ശ്രദ്ധിക്കണം. ഉം, ഉം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.